വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങൾ ധ്യാനിപ്പാൻ, പഠിപ്പാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സംഭവപൂലമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാടുമെല്ലാം പ്രതികൂലതയാണ്. എന്നാൽ നമ്മൾ തിരുവചനത്തിൽ കൂടെ പഠിക്കുമ്പോൾ എല്ലാ പ്രതികൂലതയും ഒരു കുതിപ്പിന് വഴിതെളിക്കുന്നതാകയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണഭീതി ചുറ്റും പരന്നുകൊണ്ടിരിക്കുന്നു. അതിന് നടുവിലാണ് കർത്താവ് തൻ്റെ സഭയാക്കിയിരിക്കുന്നത്, മണവാട്ടിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ആമേൻ, നമ്മൾ സുരക്ഷിതരാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നമ്മളെ പറിച്ചെടുക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ദൈവമക്കളെ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ വാക്തത്വം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകൾ വചനത്തോടുള്ള വലിയൊരു പാഷൻ നമുക്കുണ്ടാകട്ടെ, നമുക്കൊരു ആർത്തി ഉണ്ടാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അല്പസമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ, ഭവ്യതയോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, ആമേൻ, ഹൃദയത്തിൻ്റെ നിലങ്ങളെ ഉഴുതിക്കൊണ്ട് ഈ വിത്തുകൾ, ആമേൻ, ഹൃദയത്തിന്റെ നിലങ്ങളിൽ വീണ് 100 മേനിയായത് വളരുവാൻ ഇടയാകേണ്ടതിനായി, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത സെഷനെ ഓർത്തുകൊണ്ട് ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അഡോൺ പ്രാർത്ഥിച്ചാട്ടെ. Glorious and loving Heavenly Father, we thank you for this time of prayer and worship that you have given us, Lord. As we, Lord, from different places and locations are using this mode, Lord, to learn more from your scripture and to continue on from where we stopped. May, Lord, you help us to understand and grasp all the things that we hear. May you help your servant to also explain us in the manner that we understand it as simple as possible. We thank you for giving him the time and strength and the wisdom to learn all these so that we can impart all these things unto us. May this be a learning and may this be used by us in our future endeavors. We thank you, Lord, for all these brothers and sisters who are possibly will be joining us. May you help them to join in soon so they also are blessed. Thank you, Lord, for hearing us. In Jesus' name we pray. Amen. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. കഴിയുന്നത് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് കാണുവാൻ ചെയ്യാം. ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് അതൊരു ഉത്തേജനവും കൂടിയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എ ജേർണി ത്രൂ ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്, അതാണ് നമ്മുടെ ജേർണി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ പഠിക്കുവാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒന്നും നിങ്ങൾ മറന്നു പോകരുത് മക്കളെ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ വലകൾമേൽ എഴുതപ്പെടണം. തന്നെയുമല്ല, ഈ വചനങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, ചലിപ്പിക്കുന്നത്, നമ്മളെ ശുദ്ധീകരിക്കുന്നത്. വചനമെന്ന കണ്ണാടിയിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോഴാണ് നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടെ ഈ വചനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഇറ്റ് ഈസ് റിയലി ആൻ എൻകൗണ്ടർ വിത്ത് ദ ലിവിംഗ് ഗാഡ്. ഇറ്റ് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് യുവർ റെഡീമർ ജീസസ് ക്രൈസ്റ്റ്, ബിക്കോസ് ദ വേർഡ് ഇറ്റ്സെൽഫ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം നമ്മൾ വചനത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ യു ആർ റിയലി അപ്രോപ്രിയേറ്റിംഗ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്. ആൻഡ് എവറി എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് റിസൾട്ട്സ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മൾ വളരെ ഭവ്യതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഓരോ എൻകൗണ്ടറും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തിന് പാത്രീഭൂതമാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് ഇങ്ങനെയാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് പൗലോസ് പറയുവാനിടയായി. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. നമുക്ക് മരിക്കുന്നത് ലാഭം എന്ന് പറയുവാൻ, അല്ലെങ്കിൽ ആ തീർവതയോടുകൂടെ പറയുവാൻ, ആ വിശ്വാസത്തോടുകൂടെ പറയുവാൻ, ആ ഡിസയർ ഫില്ല് ചെയ്ത് പറയുവാൻ ഉതകണമെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് വേണം. ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുന്നവർക്ക് മാത്രമേ മരിക്കുന്നത് ലാഭമെന്ന് ധൈര്യത്തോടുകൂടെ പറയുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. The truth about Christian faith is that heaven begins down here. നമ്മൾ ഹെവനിൽ ലിറ്ററലായിട്ട് പോകും എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നമ്മുടെ കർത്താവിനെ ലിറ്ററലായിട്ട് മുഖാമുഖമായി കാണും എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ
ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷിക്കപ്പെടുമ്പോൾ ഹെവൻ കംസ് ഇൻ ഹിസ് ലൈഫ്, ഇൻ ഹിം. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഇൻ യു, വിത്തിൻ യു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് സ്പഷ്ടമായി കർത്താവ് പറയുവാനിടയായി. അതെപ്പോഴാണ് യഥാർത്ഥമായി സ്ഥാപിതമായത്? പെന്തിക്കോസിന്റെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ ഇറങ്ങി വരികയും അവിടെ ഇരുന്ന 120 പേരിൽ അവരുണ്ടായിരുന്ന 120 പേരിൽ ആ കിങ്ഡം അവിടെ സ്ഥാപിതമാകുവാനിടയായി. പിന്നീട് അതങ്ങനെ വ്യാപരിക്കുവാനിടയായി. ഇന്നും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അപ്പം അത് നമ്മൾ മറന്നു പോകരുത്. അപ്പം ജീവിക്കുന്നത് ക്രിസ്തുവിനെ പോലെയല്ല, ക്രിസ്തു. എൻ്റെ അർത്ഥം ഗലാത്യ ലേഖനം 2:20 നമ്മൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹൂ ലിവത്ത് ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ. അപ്പൊ ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എന്നിൽ കൂടെ ക്രിസ്തു ജീവിക്കുകയാണ്. അത് വളരെ മനോഹരമായ ഒരവസ്ഥയാണ്. അതൊരു എക്സൈറ്റിംഗ് ആണ്. പ്രതികൂലങ്ങളുടെ നടുവിലും അവിടെ ഉല്ലസിക്കുവാൻ അവർ കഴിയുന്നുണ്ട്. കാരണം ആ ഇൻ ക്രൈസ്റ്റിന്റെ ആ റിസോഴ്സ് താൻ അനുഭവിച്ചുകൊണ്ട് ദിനംതോറും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇവിടെ ആണേലും ഞാൻ സ്വർഗം അനുഭവിക്കുന്നു. ഞാൻ ലിറ്ററലായിട്ടൊരു സ്വർഗം അനുഭവിക്കാൻ പോവുകയാണ്. D.L. മോഡി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ഫ്യൂണറലുള്ള ആ പാട്ടാണ് നമ്മൾ പറഞ്ഞ നിർത്തിയത്. അത് മനോഹരമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. D.L. മോഡിയുടെ മരണസമയത്ത് അദ്ദേഹം പറയുന്നു, ഈ ഭൂമി ആമേൻ എന്ത് പറയുന്നു, എന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു, ഹെവൻ അല്ലെങ്കിൽ സ്വർഗം ഇതാ എന്നിലേക്ക് അടുത്തു വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പ്രത്യാശ ഉള്ള ഒരു മരണമായിരുന്നു കർത്താവിന്റെ ദാസൻ D.L. മോഡിയുടെ എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പാടിയത്. അതാണ് ആമേൻ, ഗ്ലോറി ഓഫ് ഇമ്മാനുവേൽസ് ലാൻഡ്. ഗ്ലോറി ഓഫ് ഇമ്മാനുവേൽസ് ലാൻഡ്. ആമേൻ. ആ ഇമ്മാനുവേലിന്റെ ആ ലാൻഡിന്റെ ആ ഗ്ലോറി, അതിനെ ഒന്ന് വിവരിക്കുകയായിരുന്നു ആ പാട്ട്. അങ്ങനെ ഒരു പാട്ട് പാടാൻ ആമേൻ തനിക്ക് ജീവിച്ചപ്പോൾ കഴിഞ്ഞു. തൻ്റെ മരണ ശുശ്രൂഷയിലും ആ ഒരു പാട്ട് പാടിയതിന്റെ കാരണം അദ്ദേഹത്തിന് വ്യക്തമായും ശക്തമായും പറയുവാൻ കഴിയുമായിരുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന്. ആമേൻ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ ആർത്തി എന്ന് പറയുന്നത്, യെസ്, നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയൊരു ആർത്തി. നമ്മുടെ പാഷൻ, നമ്മുടെ ആന്റിസിപ്പേഷൻ, നമ്മുടെ ഡിസയർ, നമ്മുടെ ഹോപ്പ്, ഇതെല്ലാം നമ്മുടെ കർത്താവിനെ തീർച്ചയായിട്ടും കാണും എന്നുള്ളതാണ്. അതിൻ്റെ കാലം ഇതാ വളരെ അടുത്തു കഴിഞ്ഞു, ആസന്നമായി കഴിഞ്ഞു. സംഭവങ്ങളെല്ലാം അതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് അന്ത്യകാലത്തിന്റെ അന്തിമ ഘട്ടങ്ങൾ തന്നെയാണെന്നുള്ളതും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് വേണം ആത്മീയ കാര്യങ്ങളെ നമ്മൾ വീക്ഷിക്കുവാൻ എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആമേൻ. അവിടെ പറയുന്നത് ഇതാണ്, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ ഒരു ഭയങ്കര സ്പ്ലെൻഡറും ഭയങ്കര മജസ്റ്റിയും ഭയങ്കര ലൈറ്റും ഇതൊക്കെയാണ് നമ്മൾ ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിൽ എന്താ പറയുന്നത് നമുക്ക് രൂപം കൊണ്ടുവരുന്നത്. സ്വർഗം എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്നു. നമ്മൾ നടക്കുന്ന താഴ്വകളൊക്കെ എന്താ പറയുന്നത് സ്വർണ്ണ മേടുകളാണ് എന്നൊക്കെയുള്ള വലിയ ചിത്രീകരണങ്ങളൊക്കെ ആണ് നമ്മുടെ മനസ്സിൽ സാധാരണ ഉള്ളത്. എന്നാൽ സ്വർഗമാകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തു ഉള്ളിടത്തൊക്കെയും സ്വർഗതുല്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ. മണവാട്ടിയുടെ കല്യാണ ഡ്രസ് അല്ലെങ്കിൽ മണവാട്ടിയുടെ ആ വിശേഷ ഡ്രസ്സല്ല തനിക്ക് പ്രാധാന്യം. മനോഹരമായി ഡ്രസ് ചെയ്ത് മണവാട്ടി ഹല്ലേലൂയ വരുന്നതായിട്ടുള്ള ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകളെ അടിക്കുമ്പോൾ എല്ലാവരുടെയും ദൃഷ്ടി എന്താ പറയുന്ന ആ ഡ്രസ്സിൽ ചിലപ്പോൾ പതിക്കും. ആ മണവാട്ടിയുടെയും കണ്ണ് തൻ്റെ ഡ്രസ്സിൽ ഇടയ്ക്കിടയ്ക്ക് താൻ നോക്കും, അത്ര മനോഹരമെന്ന്. എന്നാൽ ഇവിടെ പറയുന്നത് ഈ മണവാട്ടിയുടെ കണ്ണ് മണവാട്ടിയുടെ ഡ്രസ്സിലല്ല, ആമേൻ, മണവാളന്റെ മുഖത്തേക്കാണ്. പ്രൈസ് ഗോഡ്. നിരന്തരം അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന് നായനും പൂർത്തിവർത്തുന്ന യേശുവിനെ നോക്കുന്ന ആ പ്രവണത, അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഹരമെന്ന് പറയുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. രണ്ടാമത് പറയുന്നത് അവിടുത്തെ സ്പ്ലെൻഡർ ഓൾസോ ബ്യൂട്ടിയും അവിടുത്തെ മജസ്റ്റിയും അല്ല വിഷയം. ആമേൻ. കൃപയുടെ രാജാവായ അരുമനാഥന്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. എനിക്ക് ലഭിക്കുന്ന ക്രൗൺസ് അല്ല എനിക്ക് വിഷയം, ആണിപ്പഴുതുള്ള കൈകളെ ഒന്ന് ചുംബിക്കുക എന്നുള്ളതാണ് എന്റെ ഹരമെന്ന്
പറഞ്ഞാണ് ആ പാട്ട് അവസാനിക്കുന്നത്. ആമേൻ. അപ്പം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പറയുവാൻ ഇടയായി. ആമേൻ. ആ ടു ലിവ് ക്രൈസ്റ്റ് ആൻഡ് ടു ലിവ് ഔട്ട് ക്രൈസ്റ്റ് എന്നുള്ള ആ പര്യാപ്തമാണ് പിന്നെ താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എങ്ങനെ നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുവാൻ കഴിയും? അതിനകത്ത് ഒരുപാട് മൂല്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ലേഖനം എഴുതാൻ കാരണം തന്നെ നമുക്കറിയാം, അവിടുത്തെ ചില പ്രശ്നങ്ങൾ. എഫ്രാദിത്തോസ് എന്ന് പറയുന്ന അവിടുത്തെ അദ്ദേഹം പാസ്റ്ററാണോ മൂപ്പനാണോ ഒന്നും എഴുതിയിട്ടില്ല. ഡീക്കണോ, ഇറ്റ് വാസ് നത്തിങ് റിട്ടൺ അബൌട്ട് ഹിം, ബട്ട് ഈസ് മെയിൻ പേഴ്സണാലിറ്റി ഇൻ ദാറ്റ് ചർച്ച്. അല്ലെങ്കിൽ നല്ല ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. റോമിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിരുന്ന ലേഖനമാണ് ഈ ലേഖനം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തപ്പോൾ അത് വളരെ എന്താ പറയുന്ന ആർദ്രതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഒരപ്പൻ ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവരുടെ അപാകതകളെ ചൂണ്ടിക്കാട്ടി അപ്പോൾ തന്നെ അത് സ്നേഹത്തിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ആമേൻ. അപ്പൊ ഇനി 28-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ 27-ാമത്തെ വാക്യം തൊട്ട്, സോറി അധ്യായമല്ല, 1 ഫിലിപ്പിയൻസ് ഫസ്റ്റ് ചാപ്റ്റർ 1:27 ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്നോ എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ആമേൻ. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കട്ടെ. Only let your conversation be as it becometh the gospel of Christ, that whether I come and see you or else be absent, I may hear of your affairs, that you stand fast in one spirit, with one mind, striving together for the faith of the gospel. Amen. ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ യഥാർത്ഥ താക്കോല് 4-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് യഥാർത്ഥമായി ഫിലിപ്പിയ ലേഖനം എഴുതിയതെന്നുള്ള ആശയം. സാധാരണ നമ്മൾ ഒരു ഭവനത്തിൽ കയറുമ്പോൾ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറുന്നത്. സത്യത്തിൽ ഇതൊരു ബാക്ക് ഡോറിൽ കൂടെ കയറുന്നത്. കാരണം 4-ാമത്തെ അധ്യായത്തിൽ ഇതിന് ആ കാര്യം എഴുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ത്രീകൾ, അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. 2 സ്ത്രീകളുടെ പേര് ഇതാണ്, യുവോദിയ, സിൻഡക്കെ. ഈ 2 സ്ത്രീകൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം കുറച്ച് എന്താ പറയുന്നത് അക്സിലറേറ്റ് ചെയ്യുവാനിടയായി. അപ്പം അവിടെ അത് ഒരു സ്കിസം ഉണ്ടാകുവാനിടയായി അതിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. തന്നെയുമല്ല, അവരുടെ ജീവിതത്തിൽ പുറമേ നിന്ന് ഒരുപാട്, അല്ലെങ്കിൽ അവരുടെ അഡ്വേഴ്സറി ആയിരിക്കുന്ന പിശാചിനാൽ ഉണ്ടാകുന്ന ഒരുപാട് പോരാട്ടങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അകത്തും പുറത്തുമായി ചില ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ നോക്കി ഉദ്ധരിച്ച് ആത്മാവിൽ താൻ എഴുതുകയാണ്. പ്രൈസ് ഗോഡ്. മനോഹരമായ വരികളാണ്, മനോഹരമായ ശബ്ദലിഖിതങ്ങളാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. യുവോദിയ ആൻഡ് സിൻഡക്കെ, അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാം. നമുക്ക് പിന്നീട് ആവശ്യങ്ങളിലേക്ക് വരാം. പക്ഷെ പൗലോസ് വളരെ എന്താ പറയുന്നത് ആത്മനിറവോടുകൂടെ ചില വ്യക്തിത്വങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടി അല്ല എഴുതുന്നത്. He was writing to the whole church. In fact, when he was writing to the whole church, it was written to the all churches in all the provinces. അന്നുണ്ടായിരുന്ന ചർച്ചകൾക്ക് എല്ലാവർക്കും ഇതൊരു ദൂതാണ്. തന്നെയുമല്ല, ഇന്നും നമുക്ക് അതൊരു എന്താ പറയുന്ന ശക്തമായ ഒരു ദൂത് തന്നെയാണ്, താക്കീത് തന്നെയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. കാരണം ഏത് നൂറ്റാണ്ടിൽ എഴുതിയോ എന്നുള്ളതല്ല വിഷയം. ഇന്നും അത് നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുവാൻ ഉതകിയ ഒത്താശകളാണ്, അല്ലെങ്കിൽ ആത്മാവിൽ പൊതിഞ്ഞ മുത്തുകളാണ്. അതോർത്തും ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു സഭയെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നതാണ് സ്കിസം എന്ന് പറയുന്നത്. ഭിന്നത, ഛിദ്രം എന്നൊക്കെ പറയുന്ന
അവസ്ഥ. ആദ്യ നൂറ്റാണ്ട് മുതലേ ഇത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നത് സ്കിസം എന്ന് പറയുന്നത് ഒരു വലിയ പാപം തന്നെ ആയിട്ടാണ്. ഈവൻ ദോ വി ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കണമേ. ഭിന്നത, ഛിദ്രത, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു ബോഡി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് യോജിച്ചതല്ല. കാരണം സഭ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ്. സഭ എന്ന് പറയുന്നത് ഒന്നാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സ്വർഗത്തിന്റെ റെപ്ലിക്കയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ശക്തമായ നിഴൽ തന്നെയാണ്. അപ്പം അവിടെ ഈ ഒരു അവസ്ഥ വരുവാൻ തുനിയരുത്. അങ്ങനെ വന്നാൽ തന്നെ അത് അപ്പോൾ തന്നെ ആത്മാവിൽ അത് ഗ്രഹിച്ചുകൊണ്ട് റീകൺസിലിയേഷനിലേക്ക് പോവുകയും ഫോർഗിവ്നെസ്സിലേക്ക് പോവുകയും ചെയ്യണമെന്നാണ് പൗലോസ് ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തന്നെയുമല്ല, when schism happens, what happen? നമ്മുടെ ടെസ്റ്റിമണി പോവുകയാണ്. പ്രൈസ് ഗോഡ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ രക്തം ചൊരിഞ്ഞ് നമ്മളെ ദൈവമക്കളാക്കി തീർത്ത് മണവാട്ടിയാക്കി തീർത്തത് ഇതിനു വേണ്ടിയല്ല, പിന്നെയോ നമ്മളെല്ലാം ഒരൊറ്റ ഐഡന്റിറ്റി ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതാണ് സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തെ ഡിവൈഡ് ചെയ്യുവാൻ കഴിയത്തില്ല. അത് ശത്രുവിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് പൗലോസ് ശക്തമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് ചെറിയ വിഷയമാണോ വലിയ വിഷയമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഏത് ചെറിയ വിഷയമാണെ പോലും അതിന്റെ റൂട്ട് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് അവരൊക്കെ ഒത്താശ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സാധാരണ ഒരു സഭയിൽ, സത്യത്തിൽ ഇതൊരു സഭയുടെ യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു ദൂതാണ്. സാധാരണ സഭയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്കിസം ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ സ്കിസം ഉണ്ടാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായാൽ മാത്രമേ സ്കിസം ഉണ്ടാകുവാൻ വേദവസ്ഥ പ്രകാരം അനുവദിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഒന്ന്, ഓൺ ഗ്രൗണ്ട്സ് ഓഫ് സീരിയസ് ഡോക്ട്രിനൽ എറർ. ആ സഭ സീരിയസ് ഡോക്ട്രിനൽ എറർ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ യെസ്, നമുക്ക് അവിടുന്ന് മാറിയേ പറ്റൂ. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആത്മീയഗോളം ദുരുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി തിയറിയും ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ച് മരിക്കാമെന്നുള്ള ആ ഒരു ഫോക്കസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ ദൈവം അതിനൊരു ഹോൾട്ട് കൊടുത്തു. ദൈവം അവിടെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഒരു വിസിറ്റേഷൻ കൊടുത്തു. ആ വിസിറ്റേഷൻ ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്നുള്ള ഫോർമാറ്റിൽ വന്നേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കണം, ദൈവമക്കൾ അത് മനസ്സിലാക്കണം. ഈ നാളുകളിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു കാരണവശാലും ഛിദ്രം അനുഭവിക്കില്ല. അത് കുടുംബത്താകട്ടെ, സൊസൈറ്റിയിലാകട്ടെ, കർത്താവിന്റെ ശരീരമായ സഭയിൽ ആയിക്കൊള്ളട്ടെ. അത്രമാത്രം ഗൗരവമായി നമ്മൾ പഠിക്കണം. രണ്ടാമത്, ഓൺ ഗ്രീവിയസ് ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്. അവരുടെ ഫെയ്ത്തും അവരുടെ പ്രാക്ടീസും തമ്മിലുള്ള ഗ്രീവിയസ് ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുമെന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഓൺ ഗ്രൗണ്ട്സ് ഓഫ് സീരിയസ് ഡോക്ട്രിനൽ എറർ. രണ്ട്, ഓർ ഗ്രീവിയസ് ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്. അല്ലാതെ ഒരിക്കൽ പോലും ഒരു സഭ വിട്ടുപോകുവാനോ ഛിദ്രമുണ്ടാകുവാനോ വേദവസ്തു പ്രകാരം അനുവദീയമല്ല. ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ അറ്റ് ഓൾ. അപ്പോസ്തലൻ എന്താണ് ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, if you say that you are resentful, or if you are resentful towards someone, or bitter, or unwilling to contact or work with someone, you are not in the church, or you are not a church. അല്ലെങ്കിൽ നിങ്ങളിൽ
ക്രിസ്തു ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എക്സാമിൻ യുവർ സെൽഫ്. നമ്മൾ റിസൻഫുൾ ആണ്, പലപ്പോഴും നമുക്ക് അസ്വസ്ഥത, റിസൻഫുൾ, ബിറ്റർനെസ്, മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർമാനം വന്നുകൊണ്ടിരുന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കാരണം ഇൻ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ആ ഇൻ ക്രൈസ്റ്റിന്റെ റിസോഴ്സ്, അതിന്റെ ആർദ്രത, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു, അതിന്റെ ആർദ്രത, ആ അഫെക്ഷൻ will enable you to love the unlovely. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ആ forgiveness in the spirit നമ്മളിൽ നിന്ന് വരുവാനായിട്ട് ഇടയാവും. എന്തുകൊണ്ടൊക്കെ വരുന്നെന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമായി ആ പ്രശ്നത്തിന്റെ കോറിലേക്കാണ് പൗലോസ് ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത്. Glory to God. Sometimes we say that I will love him, but I do not have to like him. I love him, but I don't have to like him. I will forgive him, but I will never forget. ഇതോടെ ഹിപ്പോക്രസിയാണ് കേട്ടോ. അവിടെ ഒരു തരത്തിലുള്ള റീകൺസിലേഷൻ നടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആർദ്രത അവരിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടില്ല. ഒരു തരത്തിലും ക്രിസ്തുവിനെ അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് വേറെ ഭാഷയിൽ പറഞ്ഞാൽ they are carnal എന്നുള്ളതാണ്. ഇനി 1:27 നമ്മൾ കടക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം, കാരണം ഇതൊരു കോർ വിഷയമായതുകൊണ്ട് കർത്താവ് തരുന്ന ആ സിഗ്നൽ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പകരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ വായ, എൻ്റെ നാക്ക്, എൻ്റെ ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സിനെ അതിനുവേണ്ടി ഞാനിങ്ങനെ സബ്മിസീവ് ദിവസങ്ങളിൽ കൊടുത്തിരിക്കുക. കർത്താവെ, എന്നിൽ കൂടെ അങ്ങയുടെ സന്ദേശം സഭയിലേക്ക് പകർത്തപ്പെടണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് എൻ്റെ. ക്രിസ്ത്യൻ പൊസിഷൻ. അവിടെ വായിച്ചിരിക്കുന്ന പദം വളരെ രസകരമാണ്. ഇംഗ്ലീഷിലാണ് അത് ഒന്നും കൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പം. ഓൺലി ലെറ്റ് യുവർ കൺവെർസേഷൻ ബി ആസ് ഇറ്റ് ബിക്കം ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. അവിടെ എഴുതിയിരിക്കുന്ന പദം കിങ് ജെയിംസ് വേർഷനിൽ കോൺവെർസേഷൻ എന്നുള്ളതാണ്. റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് യുവർ മാനർ ഓഫ് ലൈഫ് എന്നാണ്. കോൺവെർസേഷൻ എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം യുവർ സിറ്റിസൺഷിപ്പ് എന്നാണ്. ഫിലിപ്പിലേനെ 3:20 വായിച്ചാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഫോർ അവർ കോൺവെർസേഷൻ ഈസ് ഇൻ ഹെവൻ. മലയാളത്തിൽ എഴുതിക്കുന്ന നമ്മുടെ പൗരത്വമോ. അപ്പം ഈ കോൺവെർസേഷൻ എന്നുള്ള പദം, അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ പൗരത്വം, നമ്മുടെ സിറ്റിസൺഷിപ്പ് ഹെവണിലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് താൻ തുടങ്ങുന്നത്. ആര്? പൗലോസ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. യുവർ മാനർ ഓഫ് ലൈഫ്, യുവർ കോൺവെർസേഷൻ. പിന്നീട് അതിനോട് അറ്റാച്ച് ചെയ്ത വേറൊരു പദമാണ്, വേറൊരു ട്രാൻസ്ലേഷനിൽ വരുന്നതാണ് യുവർ കോണ്ടാക്ട്, യുവർ പെരുമാറ്റച്ചട്ടം എന്നുള്ളതാണ് ഈ 3 വേർഷനിൽ നമുക്ക് കാണുന്നത്. അപ്പം പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലായതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലെ അവസ്ഥയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിന് നിയന്ത്രണമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമില്ല. നിങ്ങളൊരു സ്വർഗത്തിന്റെ റെപ്ലിക്കയാണ്, സ്വർഗത്തിന്റെ ഒരു മോഡലാണ്. സത്യത്തിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് എന്നുള്ളതൊക്കെ ഫോക്കസ് ചെയ്ത് താൻ പറയുകയാണ്. വളരെ വിചിത്രമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ കോൺവെർസേഷൻ എന്നുള്ള പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം വന്നത്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ എന്നുള്ള പദം വന്നത്. നമ്മൾ സാധാരണ പൊളിറ്റിക്സും പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പം നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അത് നെഗറ്റീവ് ആക്കി ഇന്നത്തെ പൊളിറ്റീഷ്യൻസും ഇന്നത്തെ പൊളിറ്റിക്സും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, ഓ ഡോണ്ട് പ്ലേ പൊളിറ്റിക്സ് മാൻ എന്നൊക്കെ പറയും. പക്ഷേ പൊളിറ്റിക്സ് നല്ലൊരു ശബ്ദമാണ്, നല്ലൊരു ധ്വനിയാണ്. കാരണം അതിന്റെ അർത്ഥം രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ. ഒരു രാഷ്ട്രത്തിന്റെ പെരുമാറ്റച്ചട്ടത്തെ അനുസരിക്കുന്നവരും
അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുമായ ആമേൻ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി കാണും. ഇന്ന് അതല്ല നടക്കുന്നതല്ലേ. പൊളിറ്റീഷ്യൻ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ നമ്മളെ എന്താ പറയുന്നത്, കവർച്ച ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം അതാണ്. ആ രാഷ്ട്രത്തെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം നമ്മളിൽ പകർത്തുന്നതാണ് ആമേൻ ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ സാരം, പൗലോസ് പറയാണ്, നിങ്ങൾ ഒരു റോയൽ കിങ്ഡത്തിന്റെ റോയൽ സിറ്റിസൺസ് ആണ്. അതെങ്ങനെ വന്നു? രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കാൻ നമ്മൾ ആമേൻ ഇവിടെ ഉള്ളവരല്ല സത്യത്തിൽ. ആമേൻ ഇവിടെ നമ്മൾ സോജേണേഴ്സ് ആണ്, പിൽഗ്രിമാണ്, വി ആർ ജസ്റ്റ് പാസിംഗ് ബൈ. അതുകൊണ്ട് നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ആമേൻ. ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. പൗലോസ് ചില കാര്യങ്ങൾ വിവരിച്ച് പറയുവാൻ വേണ്ടി ചില എന്താ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആകാം, ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആകാം, അതെല്ലാം ഒന്ന് സിമിലിറ്റ്യൂഡ് ആയിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലും ഒന്ന് എഴുതുകയല്ല പൗലോസ് ചെയ്തത്. താൻ അത് ദൈവം ദൂത് പ്രകാശിച്ചു കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നിൽ പ്രകാശിപ്പിച്ച ദൈവത്തിന്റെ ആ വചനം അവരിലേക്ക് ആത്മാവിൽ അത് പകർത്തുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലായിരുന്നു പൗലോസ് അത് പറഞ്ഞു കൊടുത്തിരുന്നത്. അതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനി ഒരു കാര്യം ഓർത്തോണം. ഈ ഫിലിപ്പി എന്ന് പറഞ്ഞ പട്ടണത്തെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ടു, നമ്മൾ തുടങ്ങുമ്പോൾ കേട്ടു. മഹാനായ അലക്സാണ്ടറിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. അദ്ദേഹമാണ് ഈ പട്ടണം, ഈ മെസിഡോണിലുള്ള ഈ പട്ടണം, ഗ്രീസിലുള്ള പട്ടണം പിടിച്ചെടുക്കുന്നത്. റോം എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ നിന്ന് 1000 മൈൽ ദൂരെയാണ്. അപ്പം അദ്ദേഹം അത് പിടിച്ചെടുത്തു. അന്ന് റോമാക്കാരല്ല, ആരാണ്? നമ്മുടെ ഗ്രീക്കാണ് ലോകം ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഏകദേശം BC 168 റോമൻസ് അത് പിടിച്ചെടുക്കുന്നതും അതൊരു റോമൻ കോളനിയാക്കി മാറ്റുന്നതും. ചരിത്രം പറയുന്നത് ഈ സ്ഥലത്ത് ഈ റോമാക്കാർ അല്ലെങ്കിൽ റോമിലുള്ള റോമാക്കാര് റിട്ടയർഡായി ഒരു സുഖവാസ സ്ഥലമായി റിട്ടയർമെന്റിൽ അവര് കഴിയുന്ന ഒരു കോളനിയാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പട്ടണം 1000 മൈൽ ദൂരെയാണെങ്കിൽ പോലും ഈ പട്ടണത്തിന്റെ ഇൻഫ്ലുവൻസ് ഈ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നു. കാരണം അവരുടെ വസ്ത്രധാരണയും അവരുടെ രീതിയും അവരുടെ വേ ഓഫ് ലൈഫും ഒക്കെ റോമിൽ എങ്ങനെ അവർ ജീവിച്ചോ അതുപോലത്തെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവര് 1000 മൈൽ ദൂരെയാണെങ്കിൽ തന്നെയും ആ റോമിലുള്ള ആ വേ ഓഫ് ലൈഫ് അവർ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് എ റോമൻ കോളനി. അവിടെയാണ് സത്യത്തിൽ ഒരു സഭ രൂപം കൊണ്ടത്. അപ്പൊ ഈ സഭ രൂപം കൊണ്ട് വന്നപ്പം അവർ ക്രിസ്ത്യാനികളായപ്പോൾ അവർക്ക് പ്രതികൂലങ്ങളായി. കാരണം ആ ഒരു വേ ഓഫ് ലൈഫിലേക്ക് അവർക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ് ബൈ ബർത്ത്, അല്ലെ? ഇവിടുത്തെ കാര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഭൂമിയിലെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും നിയമിക്കുന്നതും അവരെ മാറ്റുന്നതും എന്റെ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വ്യക്തി മൂർഖനായാൽ പോലും, നമ്മുടെ ബോസ് തന്നെ വിചാരിച്ച മൂർഖനായാൽ പോലും അവിടെ അവരെ കീഴ്പ്പെട്ടിരിക്കണമെന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ എല്ലാ നിയമനങ്ങളും ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ തന്നെ ഈ ലോകത്തിന്റെ സിസ്റ്റം നമ്മുടെ സിസ്റ്റവുമായിട്ട് കോൺട്രറി ആയത് കാരണം നമുക്ക് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് താനും. ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ഐ എന്നുള്ള സിസ്റ്റമാണ്. എന്നിലേക്ക് ആകർഷിക്കപ്പെടണം എന്നുള്ള സിസ്റ്റമാണ്. ഐ ആം ദാറ്റ് ഐ ആം എന്ന് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ എക്സോഡസിൽ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഞാൻ മിസ്രൈമിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്തെന്ന്. അപ്പോൾ യഹോവയായ ദൈവം പറയാണ്, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതാ ലോകത്തിന്റെ സിസ്റ്റം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ദൈവികത്വത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പറയാണ് ഞാനാകുന്നവൻ ഞാനാണെന്ന്. കാരണം നമ്മുടെ ത്രോണിൽ ഇരിക്കുകയാണ്. തന്നെയുമല്ല, ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സിസ്റ്റം സഭകളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു ആദിമഘട്ടങ്ങളിൽ. ഇന്നുവരെയും അങ്ങനെ തന്നെ നടക്കുന്നു. എന്താണ് ലോകത്തിന്റെ സിസ്റ്റം? ഒന്ന് ഞാൻ, എന്റേത്. നമ്മളൊക്കെ പറയല്ലേ ഐ ആം ദ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് പോലെ, എന്റേത്, എന്റെ സഭകൾ, ഞാൻ സ്ഥാപിച്ച സഭകൾ, ഞാൻ 1000 പേരെ സ്ഥാനപ്പെടുത്തി എന്നുള്ളത് ഞാൻ 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 എന്നുള്ള ആ ഫോക്കസിങ്ങിലേക്ക് പിശാച് നമ്മളെ എന്താ പറയുന്ന ഉന്തി തള്ളി വിടുകയാണ്. രണ്ടാമത് നമ്മൾ അടിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള സിസ്റ്റവും എന്ന് പറയുന്നത് ഹൈറാർക്കി, മൊണാർക്കി, ഡെമോക്രസി. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് മൊണാർക്കി, ഹൈറാർക്കി ആൻഡ് ഡെമോക്രസി. ഇതെല്ലാം ലോകത്തിന്റെ സിസ്റ്റങ്ങളാണ്. ഇതെല്ലാമാണ് ഈ നാടുകളിൽ സഭയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല നുകങ്ങൾ സഭയിലേക്ക് ആ സഭ ഭരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഓഫീസ് കൈകാര്യം ചെയ്യുന്നവര് എന്ത് പറയുന്നു, നിർബന്ധമായി നുകങ്ങൾ എന്ന് പറഞ്ഞ പോലെ വിശ്വാസികളുടെ മേൽ ചുമത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഫോർ എക്സാമ്പിൾ ബൈലോസ് ഒക്കെ എഴുതാൻ തുടങ്ങി. വേദപുസ്തകം 66 പുസ്തകം നമുക്ക് തന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലാണ്. ആ കാര്യം മറന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പർവ്വതപ്രവർത്തനത്തിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ മറന്നിട്ട് നമ്മൾ ബൈലോസ് എഴുതാൻ തുടങ്ങി. ദൈവമക്കളുടെ വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായി സ്തോത്രം. നമുക്കൊന്നും അങ്ങനെ ഇല്ലാത്തതിനാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് പലതിനും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സുവിശേഷം പറയുന്ന കാര്യത്തിൽ ഈ സഭയ്ക്കും അതേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ അഡ്വേഴ്സറിയായ ഡെവിൾ ശക്തമായി പോരാടിക്കൊണ്ടിരുന്നു മനുഷ്യരിൽ കൂടെ. അതൊക്കെ അവർക്ക് വലിയ പ്രയാസങ്ങളും നെടുവീർപ്പുകളും ഭാരങ്ങളുമായി മാറി. ഒരുപാട് പേര് റെഡിക്യൂൾ ചെയ്തു, റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇത് എഴുതുന്നത്. നമുക്കറിയാം, പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 2:13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. രണ്ടിന്റെ 2:13 മുതൽ. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങുവിൻ. ആമേൻ. താഴോട്ട് വായി. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു. ആമേൻ. വായിച്ചോട്ടെ. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിപ്പിൻ. അപ്പം പത്രോസാണ് ഇത് എഴുതുന്നത്. ആമേൻ. പത്രോസ് റോമിലായിരുന്നപ്പോൾ അന്ന് ഭരിച്ചിരുന്നത് നീറോ ചക്രവർത്തിയാണ്. റോമിലുള്ള എല്ലാവിധമായ ലോയ്ക്കും പത്രോസിന്റെ കൂട്ടരും അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ദൈവമക്കൾ അബൈഡ് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് കോൺഫ്ലിക്റ്റ് ആയ വിഷയം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ അവരിൽ പ്രദർശിപ്പിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് അവരെ ആകർഷിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സുവിശേഷീകരണം അവിടെ നടന്നപ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ്. അവിടെയാണ് അവർക്ക് സ്വർഗീയ സിറ്റിസൺഷിപ്പിന്റെ ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അവർ അത് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. അതിനൊരു മാറ്റമില്ല. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ കമ്മീഷനാണ്. അതല്ലാതെ അവർ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അവര് ലോയ്ക്ക് അബൈഡ് ചെയ്തു, അല്ലെങ്കിൽ അതിന് സബ്മിസീവ് ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. തന്നെയുമല്ല, ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ കാര്യത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്,
ദൈവം ബോധിച്ചവർക്ക് അത് കൊടുക്കുന്നു. 4:32 ദാനിയേൽ പ്രവചനം 4:32. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. അപ്പം ശക്തനായ ഒരു രാജാവ്, ലോകം മുഴുവനും ഭരിച്ച നെബൂഖദ്നേസർ രാജാവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ പറയുന്നത്, രാജാവേ, നീ ഒരു കാര്യം മനസ്സിലായിക്കോണം, നിന്നെ അവിടെ ആക്കിയത് മനുഷ്യരല്ല, അത് ഞാൻ തന്നെയാണ് നിന്നെ ആക്കിയത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആമേൻ, നീ ഞെളിയരുത്, നീ അഹങ്കാരിയായി തീരരുത്. നിന്നെ താഴ്മ പഠിപ്പിക്കുവാൻ ഞാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം 7 വർഷം പുല്ല് തീറ്റിപ്പിക്കുവാനിടയായി എന്നുള്ളത് ഒരു വലിയൊരു ചരിത്ര സത്യമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ബാലൻസ് ലൈഫാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ലോ നമ്മൾക്ക് അവോയ്ഡ് ചെയ്തേ പറ്റൂ. 100 കിലോമീറ്ററിൽ കൂടുതൽ നിങ്ങൾ പോകരുതെന്നുള്ളൊരു ലോ വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുമ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ അവോയ്ഡ് ആകണം. നമ്മൾ അതിനെ സർപ്പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു 1000-600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിമുക്തനാവും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ ഓടി വന്ന് കരഞ്ഞു പറയണം, കർത്താവേ ആമേൻ, അങ്ങനെ പറ്റിപ്പോയി ക്ഷമിക്കണമേ. നിന്റെ രാജ്യത്വത്തിലുള്ള പ്രജകൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നുള്ളത് കാര്യം മറന്നു പോകരുത്. എല്ലാ കാര്യത്തിനും വളരെ ഡിസിപ്ലിൻ ആകണമെന്നും ഇത്തരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. കൊലോസ്യലേഖനം 3:1 പറയുന്നു, ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യലേഖനം 3:1. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കാൻ. കൊലോഷ്യൻസ് 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ആമേൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ സത്യത്തിൽ നമ്മൾ ഭൂമിയിലാണ്, എന്നാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഉയരത്തിലുള്ളതാണ്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ ന്യൂസിലൻഡിൽ പോയാലും അമേരിക്കയിലൊക്കെ പോയാലും പലർക്കും 2 പാസ്പോർട്ട് കാണും, ചിലർക്ക് 3 പാസ്പോർട്ട് ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ഹെവൻലി സിറ്റിസൺഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അവരുടെ മുമ്പേ ഒരു പയനിയറായി സ്വർഗത്തെ താണ്ടിക്കൊണ്ട് സ്വർഗ ഉന്നതങ്ങളിൽ എത്തിയ ഒരു വ്യക്തിത്വമുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. ആ കർത്താവാണ് ഹ്യൂമാനിറ്റി എന്ന് നമ്മളെ പഠിപ്പിച്ചത്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ കർത്താവാണ്. ഈ 14 ലേഖനങ്ങളും സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി അല്ല പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒത്താശകളല്ല, പിന്നെയോ ഈ ഭൂമിയിൽ നീ ജീവിച്ച് സ്വർഗീയരായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ പൗലോസ് എഴുതുകയാണ്, മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഹെവൻലി സിറ്റിസൺഷിപ്പ് ആണ്. അവിടുത്തെ റോമൻസ് 1000 മൈൽ ദൂരെയുള്ള റോമാക്കാരുടെ വേ ഓഫ് ലൈവിങ് അഡാപ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ആ നിയമനങ്ങളും സ്വർഗത്തിന്റെ വില്ലും സ്വർഗത്തിന്റെ ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു കിങ്ഡമാണ് നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് താൻ തുടങ്ങുന്നത്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താണെന്നറിയാമോ? ഒന്ന്, സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്. നിങ്ങളുടെ അഡ്വേഴ്സറി ആയിരിക്കുന്ന ഈ പിശാചിനെതിരായി നിങ്ങൾക്ക് പോരാടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അല്ലെ 2 കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി ചെയ്തേ മതിയാവൂ. ഒന്ന്, സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഏക ആത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏക ആത്മാവിനാൽ. നമ്മളെ എല്ലാവരെയും ചുക്കൻ ചെയ്ത ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെല്ലാവരും ആമേൻ ഒരേ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വി ആർ വൺ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് വി ആർ വൺ ഇൻ ദ ലോർഡ്. ആമേൻ. നമ്മുടെ ഡെഡ് ആയ ഹ്യൂമൻ സ്പിരിറ്റിനെ അലൈവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ സ്വർഗീയന്മാരാക്കി തീർക്കുകയാണ് നമ്മുടെ കർത്താവ്. അല്ലെങ്കിൽ
സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുകയായിരുന്നു കർത്താവിന്റെ വലിയ പദ്ധതി. അപ്പം പൗലോസ് പറയാണ്, നിങ്ങളുടെ ആ പൊസിഷൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്. ഹല്ലേലൂയ. രണ്ടാമത്, വിത്ത് വൺ മൈൻഡ് സ്ട്രൈവ് സൈഡ് ബൈ സൈഡ് ഫോർ ദ ഫെയ്ത്ത് ഓഫ് ദ ഗോസ്പൽ. ഒരു മനസ്സോടുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. അപ്പൊ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സഭയിലും ഒരു കുടുംബത്തും എന്തുണ്ടാകത്തില്ല? സ്കിസമുണ്ടാകുകയില്ല. ആമേൻ. ഇതാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് എസെൻഷ്യൽ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. എന്താണ്? സ്റ്റാൻഡ് ഫേം ഇൻ ദ സ്പിരിറ്റ്. അതിനെപ്പറ്റി വിവരിക്കാം. രണ്ടാമതാണ് പറയുന്നത്, എന്ത് ചെയ്യണം? നിങ്ങൾ സ്ട്രൈവ് ചെയ്യണം, ഒരു മനസ്സോടുകൂടെ സ്ട്രൈവ് ചെയ്യണം. അതൊരു എന്താ പറയുന്ന ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് മീറ്റിൽ ഒരു ടീം ഒരുമിച്ച് നിന്ന് വിജയം നേടുന്ന ഒരു വിശേഷികത താൻ അത് പറഞ്ഞു വരികയാണ്. എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ടീം ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ അവർ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് ആ ബാറ്റൺ കൊടുത്ത് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒരുമിച്ച് ഒരു ടീമായി നിൽക്കുമ്പോഴാണ് എന്തായിത്തീരുന്നത്? വിക്ടറി, അല്ലെങ്കിൽ അവർക്ക് വിജയം അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞതുപോലെ സ്ട്രൈവിംഗ് എന്നുള്ള വേർഡ് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ നിന്ന് എടുത്തതാണ്. സ്ട്രൈവിംഗ്, ഒരുമിച്ച് സ്ട്രൈവ് ചെയ്യുക. ഒരുമിച്ച് നിന്നാൽ പോരാ, ഒരുമിച്ച് സ്ട്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ പോരാടുക എന്നൊക്കെ പറയുന്ന പദങ്ങളാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇത് രണ്ടും അനിവാര്യമാണല്ലോ ദൈവമക്കളെ. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെയുമല്ല, നമ്മളിത് പഠനമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾക്ക് പതുക്കെ പതുക്കെ പോയാൽ മതി. നമുക്ക് പഠിപ്പിച്ചത് അല്ലെങ്കിൽ പഠിച്ചത് നമുക്ക് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇങ്ങനൊരു ഫോർമാറ്റിൽ നമുക്ക് ഒരുമിച്ച് വന്ന് പഠിക്കാൻ ദൈവം കൃപ തന്നത് ദൈവത്തിന്റെ കരുണയാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയാനുള്ളത്. ഇത് പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്നല്ല, നിങ്ങളുടെ ഇടയിൽ നിങ്ങളോട് കൂടെ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ അവർ അതുപോലെ നിന്നിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ 120 പേര്, ആമേൻ, പിന്നീട് എന്താ പറയുന്നത് 3000 പേര്, 3120 അങ്ങനെ അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ. ആമേൻ. അവരൊക്കെ ഒരു ഭയങ്കര ഒരു ശക്തിയായി ഒരുമിച്ച് നിൽക്കുവാനിടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായ 2-3 പദങ്ങളുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. ആമേൻ. ഇത് രണ്ടുമാണ് ഇവിടെ തന്നെ പറയുന്നത്. ഹൃദയം എന്ന് കാണിക്കുന്നത് അകത്തളത്തിലുള്ള ആത്മാവിനെയാണ് കാണിക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആമേൻ 3 ഡയമെൻഷനിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ സോൾ ശരീരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ എമോഷൻ, നമ്മുടെ വില്ല്. ആമേൻ. അതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ചാകണമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തുണ്ടായി? ഈ ഒരു ഏകീഭാവം നടന്നു. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ ഒരു ഏകീഭാവം നടന്നു. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് സറണ്ടർ ചെയ്തപ്പോൾ ഒരു ഏകീഭാവം നടന്നു. അവിടെ എന്തുണ്ടായി? ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ അവിടെ പ്രകടമാകുവാനിടയായി. അവരെല്ലാവരും ഒരേ ഹൃദയവും ഒരേ മനസ്സും ഉള്ളവരായിരുന്നു. ഒരേ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരേ ഹൃദയം ഉള്ളവരായെന്ന് പറഞ്ഞാൽ ഒരേ സ്പിരിറ്റ് ഉള്ളവരാണ്. അത് നമ്മുടെ ബർത്ത് റൈറ്റ് ആണ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഭാവിക്കുന്ന ഒരു കോമണാലിറ്റിയാണ്. പക്ഷേ ഒരേ മനസ്സ് നമുക്കുണ്ടാകണമെന്നില്ല. അതും വലിയൊരു വിഷയമാണ്. നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വാണ്ടർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. അവർ മൈൻഡ് ഈസ് എ വാണ്ടറർ. ഇപ്പൊ തന്നെ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത ചിലപ്പം വേറെ പലയിടത്തൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്.
കാരണം മനസ്സിനെ പിടിച്ചടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, റോമാലേഖനം 12-ാം അധ്യായം. അതുകൊണ്ടാണ് നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങി വരുന്ന വിചാരങ്ങളെയും സങ്കല്പങ്ങളെയും ആമേൻ ഒന്ന് പിടിച്ചടക്കണം, അതിനൊരു പ്രതികാരം ചെയ്യണം. ഒരു വലിയൊരു വാർഫെയർ ആണ് അവിടെ. ഗ്ലോറി ടു ഗോഡ്. അപ്പം ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികളെല്ലാവരും ഈ ഫോർമാറ്റിലേക്ക് വരുവാനിടയായി. ഈ ഫോർമാറ്റിലേക്ക് വന്നപ്പോൾ ആമേൻ ഏക ആത്മാവും ഏക ആമേൻ മൈൻഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ച് വന്നപ്പോൾ എന്തുണ്ടായി? അവിടെ ട്രയൂൺ ഗോഡിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്നു. എവിടൊക്കെ ഐക്യത ഉണ്ടോ, എവിടെയൊക്കെ ഒരു മനസ്സുണ്ടോ, എവിടെയൊക്കെ ഏകീഭാവമുണ്ടോ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെന്നാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുകയല്ല, പിന്നെയോ ദൈവത്തിന്റെ ആമേൻ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. എവിടൊക്കെ വിഘടിപ്പുണ്ടോ, സ്കിസമുണ്ടോ, അവിടെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഫിയർഫുൾ ആകുന്നത്, ഡിസ്കറേജ് ആകുന്നത്. ആമേൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. എന്നാൽ അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നടന്നു. 1 ഗ്രേറ്റ് പവർ, 2 ഗ്രേറ്റ് ഗ്രേസ്, 3 ഗ്രേറ്റ് ഫിയർ. മഹാശക്തി, മഹാകൃപ. ധാരാളം കൃപ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ഗ്രേറ്റ് എന്ന് പറഞ്ഞപ്പം മഹാകൃപയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. ഗ്രേറ്റ് ഫിയർ ഉണ്ടാകുവാനിടയായി അല്ലെ? ഒന്ന് വായിച്ചാട്ടെ അതിന്റെ 33-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 4:33. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. അപ്പം ഗ്രേറ്റ് ഗ്രേസ് അവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഗ്രേറ്റ് ഗ്രേസ് ആൻഡ് ഗ്രേറ്റ് പവർ. അത് തന്നെയല്ല 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വന്നപ്പോൾ ഗ്രേറ്റ് ഫിയർ. കാരണം പരിശുദ്ധാത്മാവിന് എതിരായി ബോഷ്ക് പറഞ്ഞപ്പോൾ അനന്യാസും സഫീറയും അവരുടെ മുമ്പിൽ തന്നെ മരിച്ചു വീഴുന്ന കൃപായുഗത്തിലെ ആദ്യത്തെ സംഹാരം എന്ന് പറയത്തക്ക വിധത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. കാരണം അത്രമാത്രം പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആണെന്നും പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യരുത് എന്നുള്ളൊരു താക്കീത് കൂടെയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് പരിശുദ്ധാത്മാവിനെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് അത്ഭുതം അടയാളം കാണാനാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആമേൻ ദൈവമാണ്. അത് ഒരു ഇൻഡിവിജ്വൽ ആണ്, അതിനൊരു ഫീലിങ്സ് ഉണ്ട്, എമോഷൻസ് ഉണ്ട്. പ്രൈസ് ഗോഡ്. അതിനെ ദുഃഖിപ്പിക്കരുത്, അതിനെ കൊഞ്ച് ചെയ്യരുത്. കൊഞ്ചെന്ന് പറഞ്ഞാൽ കെടുക്കരുത്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. ഗ്രീവ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്, quench not the Holy Spirit, don't lie against the Holy Spirit, do not blaspheme the Holy Spirit എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. Do not grieve the Holy Spirit whereby you are sealed unto the day of redemption എന്നൊക്കെ നമ്മൾ വചനത്തിൽ ഒരു താക്കീതുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ആ സംഭവം നടക്കാനുള്ള കാര്യം എന്നായിരുന്നു? അവര് they were standing firm in one spirit and they were striving together in one mind. ആമേൻ. അതാണ് ഇവിടെ പൗലോസ് അവരോട് പറഞ്ഞു വരികയാണ്. അപ്പൊ അവരുടെ വൺ മൈൻഡ്നെസ്സിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു, അവരുടെ സ്ട്രൈവിംഗ് ടുഗദറിന് ഒരു ചെറിയൊരു അപാകത ഉണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് എഴുതുക. ദൈവമക്കളെ, ഇത് ഇനി ഈ നാളുകളുള്ള സഭകൾക്ക് എല്ലാം ഒരു ദൂതായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് എന്താ പറയുന്ന വലിയ ഒരു ആത്മീയ വർധനയ്ക്ക് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെവിളിന്റെ ടാക്ടിക്സ് എന്താണ്? ഇതിനെ ഡിറൈൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ your position in Christ must be derailed. നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരു വിക്ടറി ഗ്രൗണ്ടിലാണ്. കാൽവരി ഗോൽഗോത്തായിൽ എന്റെ യേശു യഹോവ നിസി എന്ന് പറഞ്ഞ് ആ കൊടി ഉയർത്തി നമുക്കൊരു ഗ്രൗണ്ട് തന്നു. പ്രൈസ് ഗോഡ്. ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ വിക്ടറി അല്ലെങ്കിൽ കാൽവരിയിലെ ഓരോ വിക്ടറിയും നമ്മൾ അനുഭവിക്കുന്നത് ആത്മാവിനാലും അല്ലെങ്കിൽ വിശ്വാസത്താൽ. അപ്പൊ നമ്മുടെ ആ ഗ്രൗണ്ടിനെ ഒന്ന് ഡിറൈൽ ചെയ്യണം. നമുക്കറിയാം, ട്രെയിൻ ഡിറൈൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് നല്ലോണം അറിയാം അല്ലെ? ചെറിയൊരു വിഷയമായിരിക്കാം, പക്ഷേ ആമേൻ എത്രയോ പേരാ മരിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്.
Now, interestingly enough, all the wiles of the devil, all the thrust and power of his activity is aimed at these two things. താൻ നോക്കുന്നത്, സഭയെ നോക്കുന്നത് ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇവരെ ഡിറെയിൽ ചെയ്താൽ ഇവരെ ഹാൻഡിക്യാപ്പ് ആവും, ഇവരെ ജഡികന്മാരാക്കി തീർക്കാം. ആമേൻ. ഇവരുടെ ആ പദ്ധതി നടക്കത്തില്ല, സുവിശേഷീകരണം നടക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തു പ്രദർശിക്കപ്പെട്ട എല്ലാ മേഖലകളിലും വീണ്ടെടുപ്പ് നടക്കുകയും ചെയ്യുമെന്ന് ശത്രുവിന് നല്ലവണ്ണം അറിയാവുന്നതിനാൽ, ആമേൻ, ഏറ്റവും പവർ ഹൗസ് ആയിരിക്കുന്ന സഭയെ ഡിറെയിൽ ചെയ്യുവാൻ അവൻ പ്ലാനും പദ്ധതികളും ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ലക്ഷ്യം ഈ രണ്ട് മേഖലകളിൽ നമ്മളെ ഡിസ്മാൻഡിലാക്കാനും ഡിറെയിലാക്കുവാനുമാണ് നമ്മുടെ കാര്യം മറന്നുപോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. He tries to get you to depend upon yourself. എന്താണ് നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ അവന്റെ വിക്ടറിയിൽ ഒരുമിച്ച് സ്റ്റാൻഡിങ് സ്ട്രോങ്ങർ ആയിട്ട് ആ ആത്മാവിൽ, ഒരേ ആത്മാവിൽ നമ്മൾ നിൽക്കുകയാണ്. അവൻ കൊണ്ടുവരുന്ന അയ്യം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ഓൾ ഇൻക്ലൂസീവ്നെസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ റിസോഴ്സിൽ നിന്ന് നിന്നെ ഒന്ന് ഡിറ്റാച്ച് ആക്കി മാറ്റണം. അല്ലെങ്കിൽ ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നിന്നെ മാറ്റി നീ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ആക്കി നിന്നെ മാറ്റാൻ അവൻ ശ്രമിക്കുന്നു. അതാണ് ഇന്ന് സഭകളെല്ലാം നടക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അവനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത പ്രവൃത്തികളല്ല. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാകുന്നു? We become fearful, we become worried, discouraged, impatient or upset with something. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്താ പറയുന്ന ഉരുത്തിരിഞ്ഞ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അപ്സെറ്റ് ആണ്, ചിലപ്പം വളരെ അസ്വസ്ഥരായി മാറുന്നു. ആമേൻ. ചിലപ്പോൾ നമ്മൾ ഡിസ്കറേജ് ആയി മാറുന്നു, ഫിയർഫുൾ ആയി മാറുന്നു, വറീഡ് ആയി മാറുന്നു. കാര്യം എന്താണെന്നറിയാമോ? ആ ക്രിസ്തുവിന്റെ റിസോഴ്സ് നമ്മൾ അനുഭവിക്കാതെ നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കി അവൻ തീർക്കുകയാണ്, നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ടെമ്പറലി എങ്കിലും അവൻ അത് ചെയ്തെടുക്കും. അപ്പൊ പൗലോസ് ശക്തമായി പറയാണ്, അത് അനുവദിക്കരുത്. നിങ്ങളുള്ളവൻ ഈ ലോകത്തുള്ളവനെക്കാട്ടിലും വലിയവനാണ്, നിങ്ങൾ അനുവദിക്കരുത്. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ശത്രുവിന് ഭയമുള്ള ഒരു ഐഡന്റിറ്റിയാണ് സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും നമ്മളെ ശത്രുവിനെ ഭയപ്പെടുകയല്ല, ശത്രു നമ്മളെ ഭയപ്പെടുകയാ, അല്ലേ? ഇസ്രായേൽ മക്കള് എരിഹോൻ കോട്ടയുടെ മറ്റേ ഭാഗത്ത് നിന്നപ്പോൾ എരിഹോൻ കോട്ടയുടെ ഇപ്പുറത്തെ ഭാഗത്തുള്ളവരുടെ മനസ്സുരുകിപ്പോയെന്ന് ഇവരുടെ കാര്യം കേട്ടിട്ട് ഇവിടെ നമ്മളെല്ലാരും പേടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ എരിഹോൻ കോട്ട തകർക്കപ്പെടുമെന്നുള്ള ഭയത്തോടെ നിൽക്കുമ്പോൾ നമ്മളെ കുറിച്ച് അവര് ആ ശത്രു ചിന്തിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ഹൃദയം ഉരുകിപ്പോയി. ദൈവമേ, ഇതെന്തൊരു ജനം, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, ഇവിടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ. നമ്മളെ ശത്രുവിന് ഭയങ്കര പേടിയാ, പക്ഷെ നമുക്ക് ശത്രുവിനെയും പേടിയാ. അത് വലിയ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ അവൻ നമ്മളെ ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുക, ആ ഇൻഡിപെൻഡൻസിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, ആ ഡിറ്റാച്ച് ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറ്റാൻ അവൻ ശ്രമിക്കുക. പ്രൈസ് ലോർഡ്. തനിക്കറിയാം, നല്ലവണ്ണം അറിയാം, ഈ ആത്മാവിൽ ഒരുമിച്ച് സ്റ്റാൻഡ് ഫേമായി ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ നിൽക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ലെന്ന് ആമേൻ നമ്മളെക്കാട്ടിലും നല്ലവണ്ണം അറിയാവുന്നത് ശത്രുവിനാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ഏദൻ തോട്ടത്തിൽ നടന്നൊരു സംഭവം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം ഒരുപാട് വൃക്ഷങ്ങൾ അവിടെ എന്താ പറയുന്നത് ദൈവം കൊടുത്തു. ആ വൃക്ഷങ്ങളെല്ലാം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമായിരുന്നു, അല്ലേ? എല്ലാം കാണാൻ ഭംഗിയുള്ളതാണ്. കാണാൻ ഭംഗിയില്ലാത്തൊന്നും ദൈവം കൊടുത്തില്ല. അതിന്റെ മധ്യേ ജെനസിസ് 2:9 വായിക്കണ്ട. അതിന്റെ മധ്യേ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവുള്ള വൃക്ഷവും കൊടുത്തു. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ശത്രു ചെയ്ത് എന്താണെന്നറിയാമോ? ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷം വലിപ്പിച്ച് കാണിച്ചു. മറ്റുള്ളതിനെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു, ഇതിനെ ഒന്ന് വലിപ്പിച്ച് കാണിച്ചു. ആമേൻ. എന്നിട്ട് ജീവന്റെ വൃക്ഷത്തിൽ നീ പറ്റിച്ചേരാതെ ഡിപ്പെൻഡ് ചെയ്യാതെ അതെന്തിനെ കാണിക്കുന്നു?
ടോട്ടൽ moment surrendered and dependent on God. അതാണ് ജീവന്റെ വൃക്ഷം കാണിക്കുന്നത്. അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല അതിന്റെ അകത്ത് എന്തുണ്ടായിരുന്നു? മരണമായിരുന്നു. തിന്നുന്ന നാള് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? മരിക്കുമെന്നാ പറഞ്ഞു. പക്ഷെ അത് കണ്ടില്ല, അത് പറഞ്ഞില്ല. ശത്രു പറയാണ്, നിങ്ങൾ മരിക്കത്തില്ലെന്നാ പറയുന്നത്. അപ്പം ഇതാ ശത്രു ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ അതിൽ ഒന്നൊന്ന് ഡിറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുക. ഇന്നത് നല്ലപോലെ ശക്തമായി നടക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നടന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിരാശയാണ്, ദൈവമക്കളെ, ഡിസ്കറേജ്മെന്റ് ആണ്. ഒരിക്കൽ പോലും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയം തന്നെയാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ആദ്യമൊക്കെ നമുക്ക് നല്ലതായിട്ടൊക്കെ തോന്നും, അത് പരാജയമായി മാറും. നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമുക്കറിയാം എഫെസ്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പോരാട്ടം ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗ്ഗസ്ഥലങ്ങളുള്ള ദുഷ്ടാത്മ സേനകളോടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പറയുന്നത്? ഓടിച്ചെന്നിട്ട് അവനെ വെട്ടിക്കൊല്ലാനാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾ സ്റ്റാൻഡ് ഫേം ഇൻ ദ ബാറ്റിൽ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് എന്റെ യേശുവിന്റെ വിക്ടറി ഗ്രൗണ്ടാണ്. അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ അവനെ ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം എഫെസ്യ ലേഖനം 6:10 വായിച്ചാൽ മോനെ. 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഫൈനലി മൈ ബ്രദർ, be strong in the Lord and in the power of his might. Put on the whole armor of God that ye may be able to stand against the wiles of the devil. You may be able to stand against the wiles of the devil. നിന്റെ ആ വിക്ടറി ഗ്രൗണ്ടിൽ നിന്നെ ഡിറേൽ ആക്കി നിനക്ക് അവൻ്റെതായിട്ടുള്ള ഓൺസ്ട്രോട്ട് അല്ലെങ്കിൽ അവന്റെ ഫിയറി ഡാർട്സ് നിന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ്, നീ അവിടെ എന്ത് ചെയ്യണം? സ്റ്റാൻഡായിട്ട് നിൽക്കണം. നിന്റെ വിക്ടറി ഗ്രൗണ്ടിൽ തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ളത്. അപ്പം ഇതാണ് ശത്രുവിന്റെ ഏറ്റവും വലിയൊരു ടാക്ടിക്സ്. മെസഡോണിയൻ സഭയ്ക്കും ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. whenever we get discouraged, ഒരു കാര്യം ഓർത്തോണം, നമ്മൾ എപ്പോഴെങ്കിലും ഡിസ്കറേജ് ആണെന്നുണ്ടെങ്കിൽ ഓർത്തോണം, യു ആർ ഡിപ്പെൻഡിങ് ഓൺ യുവർ സെൽഫ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ശുശ്രൂഷ കരുണ ലഭിച്ചിട്ട് എനിക്ക് ലഭിച്ചതിനാൽ ഞാൻ അധൈര്യപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം തന്റെ ജീവിതം മുഴുവനും ആത്മാവിനാൽ നടത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ഗോഡ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്ക്, ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ഹിസ് ഫാദർ. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. മക്കളെ, ശത്രുവിന്റെ വലിയ അയിമ്പാണ് ലോകത്തിന്റെ സിസ്റ്റമാണ്. ആമേൻ, ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ആമേൻ, വി ആർ discouraged because we were expecting that we could do something and we failed. നമ്മൾ ഡിസ്കറേജ് ആകുന്നതെന്ന് അറിയുമോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചുവട് വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെയിൽ ആയിപ്പോയി. അപ്പൊ നമ്മൾ ഡിസ്കറേജ് ആവും. അല്ലെങ്കിൽ നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്നപ്പോൾ നമുക്ക് അത് അർത്ഥമായി, ആമേൻ, നമ്മൾ ഡിസ്കറേജ് ആയി മാറി. നോ, നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിന്റെ റിസോഴ്സ് നമ്മളിലുണ്ട്. അവന്റെ ആർദ്രതയുണ്ട്, അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയുണ്ട്. അതിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്, അതിനാണ് പീസ് എന്ന് പറയുന്നത്. അതിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കീഴിലാണ് നമ്മൾ എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. പലപ്പോഴും ശത്രുവിന്റെ ഓൺ സ്ലോട്ടിൽ നമ്മൾ ഇരയായി തീരാറുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ടാകുന്നു? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ആമേൻ. നമുക്കറിയാം, ഐ ക്യാൻ ഡു ദ ജോബ്, നോ പ്രോബ്ലം. ഹല്ലേലൂയ. സത്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയും. ദൈവമക്കളെ, ആ ടോട്ടൽ ഡിപ്പെൻഡൻസി അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. പാപത്തിന്റെ വലിയൊരു ഡെഫിനിഷൻ തന്നെ അതാണ്. ആമേൻ. ആദം അവയും അവരുടെ ഫ്രീ ചോയ്സിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം തിന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. ഇന്നും അതേ തീമാണ് ലോകത്തിന്റെ സിസ്റ്റത്തിലേക്ക് ശത്രു
എന്താ പറയുന്നത്, പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഇരയാകരുത് മക്കളെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ദ ലോർഡ്. ഓൾ ഇൻക്ലൂസീവ്നെസ് ഓഫ് ആ ക്രൈസ്റ്റിന്റെ റിച്ച്നെസ് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതിനാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ റിച്ച്നെസ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. അതെങ്ങനെ പറ്റും? നമ്മൾ ആ കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ ആമേൻ ആ റിസോഴ്സ് നമ്മളിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ എന്ത് ചെയ്യും? ഹി വിൽ എസ്റ്റാബ്ലിഷ് യു, ഹി വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹി വിൽ എംപവർ യു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൽ നമ്മൾ വീഴുവാനിടയാകരുത്. ഇനി ഈ ഒരവസ്ഥയിൽ ഏക ആത്മാവിനാലുള്ള ആ പൊസിഷനിൽ നമ്മളെ വീഴ്ത്തുവാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ടാക്ടിക്സ് എന്താണെന്നറിയാമോ? ആമേൻ. നമ്മുടെ ഏക മനസ്സിനെ എങ്ങനെയെങ്കിലും ഡിറേലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ചർച്ചിന്റെ ഉള്ളിൽ സ്കിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയൊരു കാര്യം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ആമേൻ. ദൈവമക്കളെ, he wanted to split, he wanted to divide us. എത്ര സഭകളാണ് ഛിദ്രം പ്രാപിച്ചത്? എത്ര സഭകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നമുക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ടാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, we were many a times victims of his onslaught. അനുവദിക്കരുത്. ഫിലിപ്പി സഭയോട് പറയാണ്, നോ, ഞാൻ നിങ്ങളെ അധികമായും സ്നേഹിക്കുന്നു, നിങ്ങളെ എൻ്റെ മാറത്ത് വെക്കുന്നു, നിങ്ങളുടെ ഫെലോഷിപ്പ് എനിക്ക് ഭയങ്കരമായ എൻ്റെ ഉത്തേജനം പകർന്നതാണ്, ഞാൻ ആർക്കും മറക്കുന്നില്ല. പക്ഷെ നിങ്ങളിൽ ചെറിയ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ശത്രു അത് അഡ്വാൻറ്റേജ് എടുക്കാതെ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കണം എന്നാണ് താൻ പറഞ്ഞു വരുന്നത്. ആമേൻ. ആ പ്രശ്നങ്ങളെ ഉദ്ധരിച്ചു താഴോട്ട് വരുമ്പോൾ അവസാനം മാതൃകയാക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം ഇത് വലിയൊരു വിഷയമാണ്. He wanted to split it up. He wanted to break the fellowship. അപ്പൊ നമ്മൾ പറയും ഹല്ലേലൂയ, ആമേൻ. യെസ്. മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഏതെങ്കിലും വിഷയം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അവരെ മറഞ്ഞു നടക്കുന്നു. പ്രൈസലോ, കൈകൾ പ്രൈസലോട് പറയുമ്പോഴും അതിനുള്ള ആത്മാർത്ഥതയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാർത്ഥരായി നമ്മൾ ചെയ്യുന്ന പല അനുഭവങ്ങളുണ്ട് മക്കളെ. പ്രൈസലോ. അപ്പോൾ ഓർത്തോണം, ഇത് അവന്റെ ഒരു ഓൺസ്ലോട്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളോടുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗസ്ഥലങ്ങളുള്ള ദുഷ്ടാത്മ സേനകളോടും അത്രേ. ഇത് കുടുംബത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആമേൻ. നമ്മളതിന് വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രൈസ് ലോർഡ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഏത് ദിക്കി നോക്കിയാലും ശത്രുവിന്റെ അറ്റാക്ക് ആണല്ലോ, പോരാട്ടമാണല്ലോ. ഇല്ല മക്കളെ, അങ്ങനല്ല. ശത്രു ഈ രണ്ട് നിയോഗത്തിന്മേലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ ഡിറെയിൽ ചെയ്യാൻ താൻ നോക്കിക്കഴിഞ്ഞാൽ താൻ ജയിച്ചു കഴിഞ്ഞു. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക്, ഞാൻ ഈ കാര്യങ്ങൾ വിവരിച്ചു പറയുന്നതിന്റെ കാര്യം നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ വായിച്ചിങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പിയ ലേഖനം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അല്ല മക്കളെ, നമ്മൾ പഠിക്കുകയാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വാണിംഗ് ആണ്, ഉത്തേജനമാണെന്നുള്ള കാര്യവും മറന്നു പോകരുത്. അതിന്റെ 28ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കും. 28ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഒരു പദം അവരെന്ത് ചെയ്തു, ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ട്രാൻസ്ലേഷൻ നടന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവമായിരിക്കാം. മലയാളത്തിൽ 28ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇത് അവരുടെ നാശത്തിന് നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. ഇതാണ് 28ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, and in nothing terrified by your adversaries, which is to them an evident token of perdition, but to you of salvation and that of God. അവിടെ ഒരു പദം ഒമിറ്റ് ചെയ്തു. and in nothing terrified by your adversaries എന്ന് പറഞ്ഞാൽ, നിന്റെ അഡ്വൈസറീസ് ഈ പ്രലോഭനങ്ങൾ നിന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നീ ഭയപ്പെടരുത്. ആമേൻ. ചിലപ്പോൾ അതിന്റെ ഓൺസ്ലോട്ട് അല്ലെങ്കിൽ എൻടൈസിങ് വളരെ സ്ട്രോങ് ആയാലും നീ ഭാരപ്പെടരുത്. ജസ്റ്റ് റിലേ ഓൺ ദ ഡിപ്പെൻഡൻസി ഓഫ് യുവർ ഗോഡ്. ജസ്റ്റ് ആമേൻ റിസീവ് ദ പവർ വിച്ച് ഈസ് അവൈലബിൾ ടു യു. ആ റിസോഴ്സ് നീ അനുഭവിച്ചോണം. ചിലപ്പോൾ അത് നമുക്ക് വലിയ പ്രയാസമാണ്. ചിലപ്പോൾ നമ്മൾ പതറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല. ഇതെല്ലാം കൃപയാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. പൗലോസ് പറയാണ്, നിങ്ങൾക്കത് ലഭ്യമാണ് മക്കളെ. അതുകൊണ്ടാണ് ആദ്യം തന്നെ താൻ പറഞ്ഞു തുടങ്ങുന്നത്, അത് ലഭ്യമാണ് മക്കളെ.
ഇറ്റ് ഈസ് അവൈലബിൾ ടു യു. നീ എന്തിനാ ഭാരപ്പെടുന്നത്? ആമേൻ, ഗ്ലോറി ടു ഗോഡ്. അപ്പം അവിടെ ഒരു പദം വന്നിട്ടുണ്ട്, ഫിയർ. അടുത്ത തന്റെ ഒരു മെത്തേഡാണ് ഭയം കൊണ്ടുവരിക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദുബായ് പട്ടണത്തിൽ ഈ കോവിഡിന്റെ ആയിട്ടുള്ള വ്യാപാരം വളരെ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിലും സാമ്പത്തികമായ ഭദ്രതകളൊക്കെ അതിന്റെ നട്ടെല്ല് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിലും ദൈവമക്കളെ അതിന്റെ നടുവിൽ ദൈവം വച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ഭീതി ഉളവാകാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ഭയം വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ കഴിയത്തില്ല. അത് സ്ട്രോങ് ആയിട്ട് ആ അയ്യമ്പുകൾ നമ്മുടെ മാനസിക തലത്ത് അവൻ പെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതും വസ്തുതയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ മക്കളെ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ഭാരപ്പെടാനില്ലെന്നേ. ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ എല്ലാം സംഭവിച്ചത്. അപ്പൊ ഒരു തരത്തിലൊരു കഷ്ടത, ഒരു തരത്തിൽ ആമേൻ ആ എൻടൈസിങ് സ്പിരിറ്റിന്റെ ആ ഓൺസ്ലോട്ട്, ഇതെല്ലാം നമ്മളെ ഡിറെയിൽ ചെയ്യുവാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഭയം കൊണ്ടുവരിക എന്നുള്ളത്. വേദപുസ്തകം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവ. അത് ആരെ പുറത്താക്കുന്നു? ഭയത്തെ പുറത്താക്കുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ പറ്റിയിരിക്കുമ്പോൾ ഭയം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്, പക്ഷെ അതിനെ പുറത്താക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ സന്തോഷത്തോടുകൂടി നിൽക്കുന്നത്. അല്ലെ തന്നെ ഇപ്പം ഭയപ്പെട്ട് നമ്മൾ മാനസിക രോഗികളായി തീർന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഫിയർ ഓഫ് മാൻ, ഫിയർ ഓഫ് റിഡിക്യൂൾ ഓർ സ്കോൺ, ഫിയർ ഓഫ് ഓസ്ട്രസിസം എന്ന് പറഞ്ഞാൽ പുറന്തള്ളപ്പെടുന്നത്. ആമേൻ. അത് അകത്തുനിന്നും പുറത്തുനിന്നുമാകാം. ആമേൻ. ഫിയർ ഓഫ് ലോസിങ് പോപ്പുലാരിറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഫിയർ ഓഫ് ഫിസിക്കൽ ടോർച്ചർ ഓർ പണിഷ്മെന്റ്. ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളാണ് എന്നാണ് ആര് പറയുന്നത്? പൗലോസ് പറയുന്നത്. ആമേൻ. അത് അവന്റെ ഒരു ടാക്ടിക്സ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. വേദപുസ്തകത്തിൽ പറയുന്നു 365 പ്രാവശ്യവും ഭയപ്പെടേണ്ട എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. ആമേൻ. എന്തു ആകട്ടെ, നമ്മളോട് പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട. അബ്രഹാം 15-ാം അധ്യായത്തിൽ, ജെനസിസിന്റെ 15-ാം അധ്യായത്തിൽ വലിയ യുദ്ധം ചെയ്തു. കേദോം മേലോ ശക്തിയുമായിട്ട് വലിയ യുദ്ധം ചെയ്തു. ലോത്തിനെയും ലോത്തിന്റെ കുടുംബനെയും രക്ഷിച്ചു. അപ്പോൾ സോദോം രാജാവ് ആമേൻ അവൻ്റെതായിട്ടുള്ള ആ യുദ്ധത്തിൽ ജയിച്ചു വരുന്ന കമാൻഡറിനുള്ളതാണ് അവിടുത്തെ ലൂട്ട്. പ്രൈസ് ഗോഡ്. അത് അവൻ അവകാശമായി കിട്ടേണ്ടതാണ്. അത് ആമേൻ തനിക്ക് കൊണ്ട് തരുവാനായിട്ട് താൻ യാത്ര തിരിക്കുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്ന് കൂട്ടിമുട്ടുന്നു. അവിടെ വെച്ച് ഇത് കൊടുക്കുവാൻ സോദോം രാജാവ് താല്പര്യപ്പെടുന്നു. എന്നാൽ അബ്രഹാം എന്ത് ചെയ്യുന്നു? അത് തിരസ്കരിക്കുന്നു. അബ്രഹാം പറഞ്ഞു, ആമേൻ, നോ, എന്റെ ദൈവമാണ് എന്നെ സമ്പന്നനാക്കുന്നത്, അല്ലാതെ ഈ വെള്ളിയും പൊന്നും ഒന്നുമല്ല എന്ന് താൻ വ്യക്തമായി പറയുകയും. ആമേൻ. അതിനു മുമ്പ് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ കേദോമയിലൂടെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. വെസ്റ്റേൺ പാകിസ്ഥാൻ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാന്റെയും വെസ്റ്റേൺ പാകിസ്ഥാൻ ആ സൈഡിൽ കിടക്കുന്നതാണ് ഈ കേദോമയിലൂടെ ശക്തി. അവർ ഒരുപാട് വലിയൊരു ശക്തിയാ. അവരെ തുരത്തുവാൻ ദൈവം ഉപയോഗിച്ചത് 300 അഭ്യാസികളാണ് അബ്രഹാമിന്റെ. അപ്പൊ ആ അന്തരം ഒന്ന് നോക്കിയേ. അപ്പം ഈ വ്യക്തി വീണ്ടും വന്ന് ഹെബ്രോണിൽ വന്ന് താൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു ഭയം. ഈ കിടക്കുന്ന സമയത്ത് അവരെങ്ങനെ തിരിച്ചു വന്നാലോ? അങ്ങനെ ഭയബഹുലനായി. അല്ലെങ്കിൽ ചിലപ്പോ സാറ പറഞ്ഞു കാണും, യജമാനനെ അവര് നിങ്ങൾക്ക് ഓഫർ ചെയ്തതല്ലോ, നിങ്ങൾ കാക്ഷിച്ചതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് മേടിച്ചുകൂടാ എന്ന് പറഞ്ഞു കാണും. കാരണം അവിടെ അതൊരു ധ്വനിയുണ്ട്. ഇങ്ങനെ വളരെയധികം ഭാരത്തിലായി ഭയത്തിലും നിരാശയിലുമായിരിക്കുന്ന അബ്രഹാം കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞാൽ, നീ ഈ ലോകത്തിന്റെ പ്രതിഫലം നിരസ്കരിച്ചല്ലോ അല്ലെ? ആമേൻ. അത് ഇവിടം കൊണ്ട് തീരും മോനെ. എന്നാൽ ഞാൻ നിനക്ക് വലിയ പ്രതിഫലം തരുമോന്നും അല്ല പറഞ്ഞത്, ഞാൻ തന്നെ നിന്റെ പ്രതിഫലമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭയപ്പെടണ്ട. അപ്പൊ നമ്മളെ ഈ ഭയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ആമേൻ സാധ്യത ഉണ്ട് എന്നുള്ളത് വളരെ വളരെ വസ്തുതയാണ്. പ്രൈസ് ഗോഡ്.
നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 21:34 ഒന്ന് വായിച്ചാട്ടെ. ഇതിനകത്ത് ലിങ്ക് ചെയ്തൊരു വാക്കുകളൊന്നും വായിക്കുന്നതേ ഉള്ളൂ, നമ്മുടെ ഒരു പഠനമായതുകൊണ്ട്. ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, മറ്റുള്ളൊന്നും ചിലപ്പോൾ നമ്മൾ അതിനകത്തൊന്നും ഭാഗവാക്കുകളാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഇത് നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഉപജീവന ചിന്തകൾ നമ്മളെ ഭാരപ്പെടുത്തുകയും നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് ശത്രുവിന്റെ ഒരു കെണിയാണെന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ ലൂക്ക് പറയുന്നത്. അല്ല, കർത്താവ് പറഞ്ഞ വാക്യമാണ്. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷനാണല്ലോ അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, അതെല്ലാം നമ്മളെ ചോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ നാളുകളിൽ അത് കൂടുതലാ. അപ്പം ദൈവമക്കൾ പറയും, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, യു സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്, യു സ്റ്റാൻഡ് ഫേം ഇൻ വൺ മൈൻഡ്നെസ് ആൻഡ് സ്ട്രൈവ് ഫോർ ദ ഫെയ്ത്ത് ഓഫ് ദ ഗോസ്പൽ എന്നാണ് വേദപുസ്തകം നമ്മളെ അനുശാസിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരികയാണ്. അതിനാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഔട്ടർ മാനിലുള്ള ഇൻഡ്വെൽഡിങ് സിൻ, ദ പവർ ഓഫ് സിൻ. വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത നമ്മുടെ ഔട്ടർ മാനിന്റെ അല്ലെങ്കിൽ ആ ബോഡിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഫ്ലഷ് എന്ന് പറയുന്ന ആമേൻ ഒരു നിയോഗം, അത് ഭയാനകമാണ്. വേദപുസ്തകത്തിൽ ശക്തമായി പറയുന്ന പോരാട്ടം എന്ന് പറയുന്നത് ആമേൻ അകത്തളത്തിലുള്ള ഒരു പോരാട്ടമാണ്. അതാണ് പറയുന്നത്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി നിങ്ങൾ ക്രൂശിക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പം ഇൻവേർഡ്ലിയും ഔട്ട്വേർഡ്ലിയുമായി എന്തുണ്ടാകാം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് താൻ പറയാണ്. അതുകൊണ്ട് പറയാണ്, നീ ഭാരപ്പെടണ്ട. അഡ്വേഴ്സറി എന്ത് ചെയ്താലും നീ ഭാരപ്പെടണ്ട. അകത്തളത്തിൽ നിന്നെ അലട്ടുന്നതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവണത കൊണ്ട് നീ ഭാരപ്പെടണ്ട. അതിനെ ജയിക്കുവാനുള്ള ഒരു റിസോഴ്സ് നീ ഓൾറെഡി പ്രാപിച്ചു കഴിഞ്ഞു. ആമേൻ. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിന്നെ നിറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. നീ ഭാരപ്പെടരുത്. കാരണം ആമേൻ, നിനക്ക് വചനമുണ്ട്, നിനക്ക് ആത്മാവുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം, ആമേൻ, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ എന്താ പറയുന്നത്, നിനക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. തന്നെയുമല്ല, നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനെക്കാളും വലുതുമാണ്. പ്രൈസ് ഗോഡ്. നീ ഭാരപ്പെടരുത്. പക്ഷെ അവന്റെ ടാക്ടിക്സ് നീ അറിയണമെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ വീണില്ലെങ്കിൽ, നമ്മൾ പതറിപ്പോയില്ലെങ്കിൽ, അവൻ അടുത്തു കൊണ്ടിരുന്ന ഒരു വലിയൊരു സ്ട്രൈക്കിംഗ് ആണ് സഫറിങ്, കഷ്ടത. ഏതൊക്കെയായാലും നമുക്കൊന്നും അത്രയൊന്നും കഷ്ടതയില്ലല്ലോ. നമ്മുടെ ഫ്രെയിം ദൈവം അറിയാവുന്നത് കൊണ്ട് ശത്രുവിനെ ദൈവം തടുത്ത് നിർത്തിയിരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെറിയൊരു കഷ്ടം വന്നാലും നമ്മുടെ ഉള്ളിൽ പിറുപിറുക്കുന്നവരാ. അങ്ങനെ ആകരുത് മക്കളെ. ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാട്ടെ. 29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ആമേൻ. അപ്പൊ കഷ്ടം അനുഭവിക്കുന്നത് ഒരു സാക്രിഫൈസ് അല്ല, പിന്നെയോ അതൊരു പ്രിവിലേജാ. നമ്മൾ സാധാരണ എന്തെങ്കിലും കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 പേരുടെ മുമ്പിൽ എന്ത് ചെയ്യും, നമ്മളത് പ്രദർശിപ്പിക്കാൻ നോക്കും. കഷ്ടകാലത്തിന് വേണ്ടി ഞാൻ ഭയങ്കര കഷ്ടം അനുഭവിച്ചു, അടികൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിപ്പിച്ചൊക്കെ കാണിക്കും. പക്ഷെ അതൊരു വലിയ സാക്രിഫൈസ് ഒന്നും അല്ലെന്ന്, അതൊരു പ്രിവിലേജ് ആണത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊരു വരമാണെന്ന്, ഒരു ഗിഫ്റ്റ് ആണെന്ന്. പ്രൈസ് ഗോഡ്. ഞാനിത് വായിച്ചപ്പോ അന്തം വിട്ടുപോയി. ദൈവമേ, ഇങ്ങനെയുള്ളൊരു വരം, അതിച്ചിരി പ്രയാസമുള്ളൊരു വരമാണ്. വരം, ഇറ്റ്സ് എ ഗിഫ്റ്റ് അല്ലേ? For unto you it is given in the behalf of Christ, not only to believe on him, but also to suffer for his sake. Amen. അതൊരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് കിടക്കും. ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് വിളിച്ചു. അദ്ദേഹം ആഫ്രിക്കയിൽ ഒരുപാട് പ്രയാസപ്പെട്ട കഷ്ടതയിൽ കൂടെ ഈ തിരുവചനം പ്രഘോഷിപ്പിച്ച ശക്തനായ ഒരു അഭിഷക്തനാണ്.
അപ്പൊ അദ്ദേഹം വേദിയിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ തന്റെ ജീവിതം മുഴുവനും സാക്രിഫൈസ് ചെയ്ത അഭിഷക്തൻ നമ്മളോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കേൾക്കുമ്പോൾ സ്വർഗം ചിരിക്കും കേട്ടോ. പ്രൈസിലോട് എന്തോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അദ്ദേഹം നിന്നിട്ട് പറയാ, I mean, what did you say? Sacrifice? He was laughing. ദൈവത്തോട് ഞാൻ കടക്കാരനാണ്. ആ കടത്തിന്, എനിക്ക് കൊടുക്കാൻ കഴിയാത്ത കടത്തെ ഞാനൊന്ന് അക്നോളജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവേ, ഞാൻ കടക്കാരനാണേ. ഹല്ലേലൂയ. അതൊരു അക്നോളജ്മെന്റിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ ഈ പറയുന്ന സാക്രിഫൈസ്. പുസ്തകങ്ങളൊന്നും ഇറക്കണ്ട, ഫോട്ടോകളൊന്നും പ്രദർശിപ്പിക്കണ്ട. ക്രിസ്തുവിന് വേണ്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിന്നെയും എന്നെയും കൊണ്ടുപോകുന്നെങ്കിൽ അതൊരു പ്രിവിലേജ് ആണെന്നാണ് ആര് പറയുന്നത്? പൗലോസ് പറയുന്നത്. അതിനുള്ള റിസോഴ്സ് ദൈവം തരും, അതിനുള്ള കൃപ ദൈവം തരും. രക്തസാക്ഷിയാകാൻ വേണ്ടി വീരശൂരത്വമൊന്നും കാണിക്കണ്ട. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ ദൈവം ആ സമയത്ത് ദൈവം കൃപ തരുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. Having the same conflict which you saw in me and now here to be in me. അപ്പം നിങ്ങൾക്കറിയാലോ, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് കാരാഗ്രഹത്ത് കിടന്നുണ്ടായിരുന്നത് ഇത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് രണ്ട് കാര്യം വളരെ വ്യക്തമായി ഇന്ന് പഠിക്കുവാനിടയായി. ഒന്ന്, സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്, സ്റ്റാൻഡ് ഫേം ഇൻ വൺ മൈൻഡ്നെസ് ആൻഡ് സ്ട്രൈവ് ഫോർ ദ ഫെയ്ത്ത് ഓഫ് ദ ഗോസ്പൽ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഘടകം. ഇതിനെ രണ്ടിനെയും ഡിറേൽ ചെയ്യുവാൻ അവൻ നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് സാത്താന്റെ ഈ അമ്പുകൾ എന്ന് പറയുന്നത്. അതിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. നമ്മളെപ്പോഴും അവനെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ളൊരു ജീവിതം. എ ലൈഫ് ടോട്ടൽ ഡിപ്പെൻഡന്റ് ഓൺ ദ റിസോഴ്സസ് ഓഫ് അവർ ഗാഡ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ പുസ്തകങ്ങൾ താൻ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, എത്ര മനോഹരമായാണ് താൻ അത് വിവരിച്ചു കൊടുക്കുന്നത്. അവരുടെ ആ പ്രശ്നങ്ങൾ, അകത്തും പുറത്തുമായ ആ പ്രശ്നങ്ങൾ, അതിനെ വളരെ എന്താ പറയുന്നത്, ആർദ്രതയോടുകൂടെ ആ വെളിപ്പാടുകൾ, ആ പശ്ചാത്തലങ്ങളൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് ആ റിയാലിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോവുക. ഭാരപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ദൈവമക്കളെ, ആമേൻ. വീണ്ടും താഴോട്ട് നമ്മൾ വരുമ്പോൾ, ആമേൻ, കുറച്ചും കൂടെ ആഴത്തിൽ ആ പ്രശ്നങ്ങളെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മയുടെ, ആമേൻ, എന്താ പറയുന്നത്, ആകത്തുകയായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനോഹരമാണ്. 2-ാം അധ്യായത്തിൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് കാണിച്ച ആ മാതൃക എന്ത്, അത് തന്നെയല്ലേ നമ്മളും ഫോളോ ചെയ്യേണ്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം നമ്മൾക്ക് അവസരം തന്ന, വചനം പഠിക്കുവാനും വചനം കേൾക്കുവാനും ഭാഗ്യം തന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവമക്കളെ, ഹല്ലേലൂയ. I do not know how I related to you this word of God, but I am sure that this word of God has taken deep root in you. Amen. Hallelujah. Because I am a man like you. Amen. Just a channel to just pass this message unto you. And God is using my tongue. Amen. Maybe my hands where I show you actions. Amen. And I'm so proud that God is using me. Hallelujah. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല പച്ച ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ലൊരു സന്ധ്യാസമയം ഏഴായ അടിയങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവേ, ഹല്ലേലൂയ, വചനം പഠിക്കുവാനും കർത്താവെ ഒരുമിച്ച് കൂടി വരുവാനും ഞങ്ങൾക്ക് തന്ന ഹല്ലേലൂയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ ദൈവവചന പഠനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് ഏറ്റവും അനുഗ്രഹമായിട്ട് മാറുവാൻ ഇടയാകണമേ. ഹല്ലേലൂയ. ദൈവമേ, അത് കേട്ട് കർത്താവെ ഒരു ചെവിയിൽ കൂടെ കേട്ടും മറ്റു ചെവിയിൽ കൂടെ കളയുന്നവരായി മാറാതെ കർത്താവെ അതിൽ ഒരു വചനമെങ്കിലും ഗ്രഹിച്ച് അത് ഞങ്ങൾ ചെയ്യുന്നവരായിട്ട്
കർത്താവെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏറ്റെടുത്ത് കർത്താവെ ചെയ്യുന്നവരായിട്ട് മാറുവാൻ കർത്താവെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അത് ഞങ്ങൾ ഒരു ഹല്ലേലൂയ ഒരു വ്യക്തിയോടെങ്കിലും കർത്താവെ ഹല്ലേലൂയ ദിവസവും പകർന്നു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ വചനം കേൾക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ ആത്മാവിന്റെ ശരീരങ്ങളെ ഒന്നുകൂടെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഞാൻ ഒന്നുമല്ല ദൈവമേ എന്ന് കർത്താവെ ഹല്ലേലൂയ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ മറ്റുള്ളവരെ ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് ഞങ്ങൾ മാറണമേ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ നോക്കി മറ്റുള്ളവരും പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇവൻ ഒരു ദൈവപുത്രൻ ഇവൾ ഒരു ദൈവപുത്രി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളിൽ വലിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ലോകസമാധാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങൾ ഇത്രത്തോളം സമാധാനമായിട്ടിരിക്കുമ്പോൾ ലോകത്തിൽ അനേകർ കർത്താവേ ഈ സമയത്ത് ഹല്ലേലൂയ ദുഃഖത്തിലും ഭാരത്തിലും കർത്താവേ രോഗത്തിലും കർത്താവേ മരണഭീതിയിലും കർത്താവേ ആയിരിക്കുന്നല്ലോ. ദൈവമേ ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ദൈവമേ വരും ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ദൈവമേ ഈ കോവിഡിന്റേതായ ഹല്ലേലൂയ കർത്താവേ പൂർണ്ണമായിട്ട് മാറ്റി കർത്താവേ ഒരു അണുപോലും ശേഷിക്കാതെ കർത്താവെ പൂർണ്ണമായിട്ട് ലോകത്തിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പറ്റാ. ഹല്ലേലൂയ. 7 വൻകരകളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പറ്റാ. ദൈവമേ ഹല്ലേലൂയ. അനേകർ കർത്താവേ ഹല്ലേലൂയ ദൈവമേ ലോകത്തിന്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് പ്രാർത്ഥനകളും യാതനകളും അർപ്പിക്കുമ്പോൾ എന്റെ പശ്ചാത്തലം കർത്താവെ കേൾക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പറ്റാ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ കൂടി വരുവാൻ ഹല്ലേലൂയ ഒരുമിച്ച് കൂടി വരുവാൻ വീണ്ടും കർത്താവ് അവസരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വന്ന ഓരോ മക്കളെയും വീണ്ടും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വീണ്ടും കർത്താവേ ദൈവവചനം കേൾക്കുവാനും അവസരം കർത്താവെ അങ്ങ് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. നല്ല രാത്രികാലം തരണമേ. ഹല്ലേലൂയ. നല്ല പ്രഭാതം കാണിക്കണമേ. ആ കർത്താവിന്റെ പൊന്മുഖം കണ്ട് വീണ്ടും എഴുന്നേക്കുവാനും യാത്രി രാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനുള്ള കൃപയൊക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പറ്റ. ദൈവമേ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാതനകളും നമ്മുടെ കർത്താവ് കേട്ട് അതിന്മേൽ മഞ്ഞും മഴയും അയച്ചവൻ കൃപയെ ഓർത്തുകൊണ്ട് വിശുദ്ധ കരങ്ങളിൽ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ജിജോ